PC ഹിറ്റ്സ് ആൻഡ് ടോപ്പിക്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 10ാം തല പ്രാഥമിക പരീക്ഷ നടക്കാനിരിക്കുകയാണ് അല്ലേ? എല്ലാ ഉദ്യോഗാർത്ഥികളും അതിന്റെ തിരക്കിലായിരിക്കും എന്നുള്ളത് അറിയാം. അപ്പോൾ അവർക്കായിട്ട് ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. PSC ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം അല്ലേ? ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം ഏതാണ്? നമുക്കറിയാം അത് ഇലക്ട്രോൺ ആണെന്ന് അല്ലേ? നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം ഏതാണ്? ഇലക്ട്രോൺ ആണ്. ഞാൻ ഓപ്ഷൻസ് ഒന്നും വായിക്കുന്നില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓപ്ഷൻസ് ഒന്നും വായിക്കാതെ ആൻസർ മാത്രം വായിച്ചു പോകുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇരുമ്പിന്റെ പ്രധാന അയിരിന്റെ പേര് നമുക്കറിയാം ഹേമറ്റൈറ്റ് ആണെന്നുള്ളത്. അടുത്തത് പീരിയോഡിക് ടേബിളിലെ അല്ലെങ്കിൽ ആവർത്തന പട്ടിക. പീരിയോഡിക് ടേബിൾ പറയുന്നതാണ് ആവർത്തന പട്ടിക. അതിലെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണ്? 18 ആണ്. ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം കണ്ടെത്താനാണ് പറയുന്നത്. ഗ്ലാസ് നിർമ്മാണത്തിന് ഏതാ ഉപയോഗിക്കുക? സിലിക്കയാണ് ഉപയോഗിക്കുക. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ഐസോട്ടോപ്പുകൾ ഏതെല്ലാം? അതായത് മൂലകങ്ങളുടെ പ്രതീകങ്ങൾ യഥാർത്ഥമല്ല എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. എക്സിന്റെയും സെഡിന്റെയുമാണ്. അടുത്തത് 3 ഗ്ലൂക്കോസ് അതായത് C6H12O6 തന്മാത്രകളിൽ ആകെ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും? എത്രയാണ്? 72 ആറ്റങ്ങളാണ് ഉണ്ടായിരിക്കുക. മീഥേൻ എന്ന വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? അത് നമുക്ക് പ്രസ്താവന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഓപ്ഷൻസ് നമുക്ക് വായിക്കണം. എ ബയോഗ്യാസിലെ മുഖ്യ ഘടകം, ബി പാചകവാതകത്തിലെ പ്രധാന ഘടകം, സി മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്ന വാതകം, ഡി പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം. അപ്പൊ ഏതാണ്? മീഥേൻ എന്ന വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? പാചകവാതകത്തിലെ പ്രധാന ഘടകമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ഒരു ആറ്റത്തിന്റെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? എൻ ഷെല്ലിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 32. അടുത്തത് വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ്? ഉത്തരം ഹേബർ പ്രക്രിയയാണ്. അമോണിയ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഹേബർ പ്രക്രിയ. അപ്പോൾ ചോദ്യത്തോടൊപ്പം തന്നെ ഉത്തരം പഠിച്ചു പോകുക. അടുത്തത് ഒരു കുളത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളിയുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതാണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് നോട്ട് ചെയ്ത് വെക്കുക. ഉത്തരം ഡി ആണ്, ബോയിൽ നിയമമാണ്. അടുത്തത് ഊതി വീർപ്പിച്ച ഒരു ബലൂൺ അല്പസമയം വെയിലത്ത് വെച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതാണ്? അത് ചാൾസ് നിയമമാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പൊ ഞാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് തീരെ മറക്കരുത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? നമുക്ക് പോവാം. ഒരു ലെൻസിന്റെ പവർ 2D എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലെൻസിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുവാനാണ്. അപ്പൊ ഇതും ഒരു പ്രസ്താവന സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ 50 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ലെൻസ് ആണ്. അതുപോലെ തന്നെ ബി 200 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ലെൻസ് ആണ്. ഓപ്ഷൻ സി തന്നിരിക്കുന്നത് 50 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസ്. അതുപോലെ തന്നെ ഓപ്ഷൻ ഡി 200 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസ് എന്ന് തന്നിരിക്കുന്ന ഉത്തരം നമുക്ക് വായിക്കാം. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. 50 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസ് ആണ് പവർ ഡി എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തത് വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ ഡാഷ് ആണ്. ഏതാണ്? പച്ചിരുമ്പാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പദാർത്ഥങ്ങളിൽ ഒരേ എണ്ണം തന്മാത്രകളുള്ളവ ഏതെല്ലാം എന്ന ഓപ്ഷൻ ഡി ആണ്, 1, 3. അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ജലകാഠിന്യത്തിന് കാരണമാകുന്ന രാസവസ്തുവാണ് കാൽസ്യം ക്ലോറൈഡ്. ജലകാഠിന്യത്തിന് കാരണമാകുന്ന രാസവസ്തു ഏതാണ്? കാൽസ്യം ക്ലോറൈഡ് ആണ്. അടുത്തത് 17 അതായത് 35R എന്നത് ഒരു മൂലകത്തെ സൂചിപ്പിക്കുന്നു. ഇതിന്റെ ആറ്റത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 18 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അത് മാത്രം ചെയ്താൽ പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക. താങ്ക് യു.